നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ വയനാട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അത് വളരെയധികം ശ്രദ്ധേയമാകുകയാണ്. ആ കുറിപ്പിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: വയനാടിലെ ദുരന്തത്തിന്റെ ബാക്കി പത്രമായ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഹൃദയം വേദനിക്കുകയാണ്. അടുത്തിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ നിരപരാധികളായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. സങ്കല്പിക്കാനാകാത്ത ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും അവസ്ഥയാണിത്. കാണാതായ കുടുംബാംഗങ്ങളെ ഇപ്പോഴും തിരയുന്ന ആളുകളെ കണ്ടുമുട്ടി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അനുശോചനം വാക്കുകളിലൂടെ പറഞ്ഞാൽ അത് ഒന്നുമാകില്ല. ജീവിതം എത്ര ദുർബലമാണെന്നും എല്ലാം എത്ര വേഗത്തിൽ മാറുമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദുരന്തം. വയനാടൻ ജനതയുടെ സഹിഷ്ണുതയും ധൈര്യവും ശരിക്കും പ്രചോദനം നൽകുന്നതാണ്. ഈ വിനാശത്തിനിടയിലും ഐക്യത്തിന്റെയും പിന്തുണയുടെയും ആത്മാവ് തിളങ്ങുകയാണ്. നമ്മുടെ സർക്കാരും വിവിധ ഏജൻസികളും ദുരിതബാധിതരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും അക്ഷീണം പ്രയത്നിക്കുകയാണ്. ദുരിതബാധിതർക്ക് സഹായവും സാന്ത്വനവും നൽകുന്നതിന് ധൈര്യം കാണിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണ്, താൻ സന്ദർശിച്ചപ്പോൾ തനിക്കുണ്ടായ ഫീലിങ്സ് ഒക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം രക്ഷാപ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചത്. ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം പ്രശംസനീയമാണെന്നും അദ്ദേഹം ഈ ഒരു സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയുണ്ടായി. ദുരന്തം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കിട്ടിയാൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കൽപ്പറ്റയിൽ കളക്ടറേറ്റിലെത്തിയ കേന്ദ്രമന്ത്രി, റവന്യൂ മന്ത്രി കെ എ രാജൻ, ജില്ലാ കളക്ടർ DR മേഘശ്രീ എന്നിവരുമായി ചർച്ച നടത്തി. ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണോ എന്നത് പരിശോധിക്കണമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. വിഷയത്തിന്റെ സാധ്യതയും സാധുതയും പരിശോധിക്കണമെന്നും അതിന് നടപടിക്രമങ്ങളുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇപ്പോൾ കരുതലും കരുണയുമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന അമിത്ഷായുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് സബ്മിഷന് മറുപടി പറഞ്ഞതെന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിച്ച് അസ്വസ്ഥത ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അദ്ദേഹം അമിത്ഷായുടെ മറുപടി ഉപയോഗിച്ച് ദുരന്തത്തിൽപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുതെന്നും പറഞ്ഞു. എന്തായാലും ഈ ഒരു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കണമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇന്ന് 7ാം ദിവസവും തെരച്ചിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ചുപേരുടെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. സർവ്വമത പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.